ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും വളരെ സ്നേഹത്തോടെ വിനയത്തോടെ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത 4 മെയ് 2026, ഈ മാസത്തെ 4-ാമത്തെ ദിവസം, ഈ വർഷത്തെ 124-ാമത്തെ ദിവസം, ഉയർപ്പിന് ശേഷം 30-ാമത്തെ ദിവസം. ഇന്ന് 495-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്ന് നമ്മുടെ അരുമനാഥൻ പറയുന്നത് കേൾക്കുന്നുവോ? വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്ന് നമ്മുടെ അരുമനാഥൻ പറയുന്നത് കേൾക്കുന്നുവോ? അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നാം ദൈവമക്കൾ ആയിത്തീരണം. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൽ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാക്കന്മാരെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് നിങ്ങൾ പിറകിൽ നിന്ന് കേൾക്കുമെന്ന് യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 20-21 വാക്യത്തിൽ പറയുന്നത് നാം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കേൾക്കുവാനും സാധിക്കും. പരിപാലിക്കുന്നവനും പരിരക്ഷിക്കുന്നവനും പരിപോഷിക്കുന്നവനുമാണ് യഹോവ. പച്ചയായ മേച്ചിൽപ്പുറമകളിലേക്ക് നടത്തുന്നവൻ, ശീതള ഛായകളുടെ നീരുറവുകളിലേക്ക് നടത്തുന്നവൻ, നീതിപാതകളിൽ നടത്തുന്നവൻ, ഊരരിൽ താഴ്വരകളിൽ കൂടി കൈപിടിച്ചു കൂടെ നടക്കുന്നവൻ, പ്രകാരങ്ങളിൽ ദീർഘകാലം വസിക്കുമാറാക്കുന്നവൻ, ഇതിൽ കൂടുതൽ ആശ്വാസപ്രദനായ വഴികാട്ടി മറ്റ് ആരാണ് എന്ന് നാം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ ലോകത്തിൽ മറ്റാരും ഇല്ല എന്നുള്ള വിവരം നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് അരുളി ചെയ്ത യേശു ഏറെ വചനങ്ങളും ദർശനങ്ങളും അടങ്ങിയിരിക്കുന്ന പുസ്തകങ്ങളിലൂടെ ആണ് സുവിശേഷകർ നമ്മെ യേശുവിനെ തിരിച്ചറിയിപ്പിക്കുന്നത്. യെശയ്യാ പ്രവചനം നോക്കുമ്പോഴും നമ്മൾ യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിൽ കൂടുതലായി എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ 5-ാമത്തെ സുവിശേഷം എന്ന പേരിലാണ് യെശയ്യാ പ്രവചനം അറിയപ്പെടുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ലോകരക്ഷകനായ യേശു ക്രിസ്തു പറയുന്നത് താൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ വഴികാട്ടി മാത്രമല്ല, പിന്നെയോ നമ്മെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന വഴിയും വാതിലും താൻ തന്നെ ആകുന്നു എന്നത്രേ. നിത്യജീവന്റെ നീരുറവയും ജീവന്റെ അപ്പവും ലോകത്തിന്റെ പ്രകാശവും അവൻ തന്നെ. പുനരുത്ഥാനവും ജീവനും നിത്യമായ സത്യവും അമർത്യതയുടെ ഔഷധവും അവൻ തന്നെ. സാക്ഷാൽ മുന്തിരിവള്ളിയും ആടുകൾക്ക് വേണ്ടി സ്വജീവൻ നൽകുന്ന നല്ല ആട്ടിടയനും യേശു ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുവാനുള്ള സത്യമാർഗവും അവൻ തന്നെ എന്ന് നമുക്ക് അറിയാം. ഇത്തരം ഒരവകാശം ഉന്നയിച്ച ഒരേ ഒരു ഗുരു യേശു ക്രിസ്തു മാത്രമാണ് എന്നും നമുക്ക് ഏവർക്കും അറിയാം. നസറേനായ യേശുവിൻ്റെ മാർഗം സ്വീകരിച്ചവൻ നസറാണികൾ, മാർഗക്കാർ എന്നെല്ലാം അറിയപ്പെട്ടത് ഈ വിധത്തിലാണ്. ക്രിസ്തു മതത്തിൽ ചേർന്നവരെ മലങ്കരയിൽ മാർഗക്കാർ, മാർഗവാസികൾ എന്നെല്ലാം വിളിക്കുവാനിടവന്നത് ഇപ്രകാരമാണ്. ഭാരതീയരുടെ മതം ധർമ്മമാണ്, പക്ഷേ ക്രിസ്ത്യാനികളുടെ മതം ക്രിസ്തുവിൻ്റെ മാർഗമാണ്. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു തന്നെയാണ് അവരുടെ മാർഗം. വഴി 2 സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയാണ്. ഒരിടത്ത് ആരംഭിക്കുകയും മറ്റൊരിടത്ത് അവസാനിക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തു മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന മാർഗമാണ്. ആ മാർഗം തുറന്നു കിട്ടിയത് അവൻ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ്. നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കി കൊണ്ടുവന്നു എന്ന് ഞാൻ പ്രാർത്ഥനയിൽ ചൊല്ലുന്നത് അതുകൊണ്ടാണ്. യാക്കോബ് സ്വപ്നത്തിൽ കണ്ട ഗോവണി നിലത്തു നിന്ന് ആകാശം വരെ എത്തുന്നതായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 22-10 മുതൽ 16 വരെയുള്ള വേദഭാഗത്തിൽ പറയുന്നുണ്ട്. അവിടെ യഹോവ യാക്കോബിനെ ധൈര്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്:
ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് നിന്നെ മടക്കി വരുത്തുമാറാക്കും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നെ മടക്കി വരുത്തുമാറാക്കും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളിച്ചതൊക്കെയും നിവർത്തിക്കും. യാക്കോബ് കണ്ട സ്വപ്നവും കോവണിയും എല്ലാം യേശു ക്രിസ്തുവിന്റെ രക്ഷാദൗത്യത്തിന്റെ നിഴൽ മാത്രമായിരുന്നുവെന്ന് നമുക്ക് എവർക്കും മനസ്സിലാവും. ക്രിസ്തുവിന്റെ മാർഗം പക്ഷേ ഇടുങ്ങിയതും ഞെരുങ്ങിയതുമായിരുന്നു എന്ന് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. പക്ഷേ ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുങ്ങിയതും അത്രേ. ആ വഴി തിരഞ്ഞെടുക്കുന്നവർ ചുരുക്കവുമാണ് എന്ന് ഇവിടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് രക്തസാക്ഷിത്വം വരിച്ച ശ്രേഷ്ഠന്മാരായ സഹോദരന്മാർ ഈ ദുർഘട മാർഗമാണ് സ്വമനസാലെ സ്വീകരിച്ചത് എന്ന് അവരുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സങ്കീർത്തനക്കാരൻ പറയുന്നത് ശ്രദ്ധിക്കുക: പാപികളുടെ വഴിയിൽ നിൽക്കാതെ അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, കാരണം ദുഷ്ടന്മാരുടെ വഴി നാശകരം ആകുന്നു എന്ന് 1-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. അവൻ ന്യായവിസ്താരത്തിലും നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും എന്ന് സങ്കീർത്തനം 16:11 ദാവീദ് ഉദ്ഘോഷിക്കുന്നുണ്ട്. നീതിമാന്മാരുടെ വഴി യഹോവയുടെ പാത തന്നെ. ദുഷ്ടന്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ലയോ, നിങ്ങളുടെ വഴിയോ ചൊവ്വില്ലാത്തതത്രേ എന്ന് പറയുന്നുണ്ട്. യേശു ജീവിച്ചു മാതൃകയായി വച്ചിരിക്കുന്ന വഴി സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും വഴിയാണ്. വിശുദ്ധിയുടെയും സഹനത്തിന്റെയും സംയമനത്തിന്റെയും പാതയാണ്. ദൈവ സംസർഗത്തിന്റെയും മനുഷ്യ സേവനത്തിന്റെയും പാതയാണ് എന്ന് നാം അത് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവരായിരിക്കണം. അവനിൽ വിശ്വസിക്കുക, അവനിൽ വസിക്കുക, അവനെ സുവിശേഷിക്കുക, അവന്റെ സാക്ഷിയായിരിക്കുക, അവനോട് വിശ്വസ്തതയുള്ളവനായിരിക്കുക, സഹോദരനെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുക, എഴുന്നേറ്റ് പ്രകാശിപ്പിക്കുന്നവരായിരിക്കുക എന്നിങ്ങനെയുള്ള ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അനുസരിക്കുന്നവരാണ് ക്രിസ്തുമാർഗത്തിൽ ചരിക്കുന്നവർ. ഈ വിധത്തിൽ ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് നീങ്ങുന്ന വിശ്വാസി ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ കൂടി നടന്നുകൊള്ളുവീൻ എന്ന ഹരിമനാഥന്റെ ഇൻപസ്വരം പിന്നിൽ നിന്ന് കേൾക്കുവാൻ സംഗതിയാകും. അവന്റെ വചനം നമ്മുടെ കാലുകൾക്ക് ദീപവും നമ്മുടെ ഊടുവഴികൾക്ക് പ്രകാശമായി തീരുവാൻ ദൈവം കരുണ ചൊരിയണമെന്നുണ്ടെങ്കിൽ നാം ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ചെയ്യണം. സൽപ്രവൃത്തികൾ ആയിരിക്കണം നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം. അതോടൊപ്പം തന്നെ നാം അവൻ്റെ പാതയിലൂടെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ്റെ തൃപാദത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നമ്മളൊരു മാതൃകയായി ജീവിച്ചുവെങ്കിൽ മാത്രമേ ഇതൊക്കെയും നമുക്ക് ചെയ്തു കാണിക്കുവാൻ സാധിക്കത്തുള്ളൂ. പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ, മറ്റ് അപ്പോസ്തലന്മാർ പറയുന്നത് പോലെ നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയും ഒന്നായെങ്കിൽ മാത്രമേ നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കുകയുള്ളൂ എന്നുള്ള വിവരവും നാം മറക്കാതെ ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ ബാക്കിയുള്ള ജീവിതം ആത്മീയമായി ജീവിക്കുന്നതിനും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.